മിശിഹായിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, യുവതി യുവാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, ഈശോയുടെ തിരുഹൃദയത്തിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും സംയുക്ത തിരുനാളാഘോഷത്തിൻ്റെ തിരുമുറ്റത്തേക്ക് ഒരു മനസ്സോടെ ഒരുമിച്ചെത്തിയ നിങ്ങൾക്കെല്ലാവർക്കും ഈ നല്ല ദിനത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ആശംസകൾ ഏറ്റവും ആത്മാർത്ഥമായി നേരുകയാണ്. നവീകരിക്കപ്പെട്ട പള്ളിക്കകം പുതുതാക്കപ്പെട്ട വിശുദ്ധ അൾത്താര, അതിൻ്റെ ഒരു സന്തോഷ നിറവിലാണ് നാം ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. ഒരു പഴയ കഥ പറഞ്ഞു തുടങ്ങാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതൊരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും കഥയാണ്. തെരുവിലാണ് അവരുടെ ജീവിതം, ഭിക്ഷാടനമാണ് തൊഴിൽ. തൻ്റെ കൈക്കുഞ്ഞുമായി അവൾ രാവിലെ തൊട്ടിറങ്ങും, കാണുന്നിടത്തെല്ലാം കൈനീട്ടും. അങ്ങനെയാണ് അവളും ആ കുഞ്ഞും മുന്നോട്ട് പോകുന്നത്. ഓർമ്മ വെച്ച കാലം മുതൽ ഈ പെണ്ണ് തെരുവിലാണ്. തൻ്റെ കുഞ്ഞെങ്കിലും ഈ തെരുവിൽ നിന്നും രക്ഷപ്പെടണമെന്ന് അവൾക്ക് ആഗ്രഹമുണ്ട്. ഇവളുടെ ഈ പ്രാർത്ഥനയ്ക്കും സങ്കടങ്ങൾക്കും മറുപടി എന്നോണം ഒരു അത്ഭുത ഗുഹ ഇവൾക്ക് തുറന്നു കിട്ടുകയാണ്. ആ ഗുഹയിൽ ഇവളെ കാത്തിരിക്കുന്നത് അമൂല്യമായ രത്നങ്ങളുടെ, സ്വർണ്ണ കട്ടികളുടെ ഒരു വലിയ നിധിശേഖരമാണ്. അതവൾക്ക് തുറന്നു കൊടുക്കുമ്പോൾ ചില നിർദ്ദേശങ്ങൾ അവൾ പാലിക്കേണ്ടതുണ്ട്. അധിക സമയം അവൾക്ക് അതിൻ്റെ അകത്ത് തുടരാൻ കഴിയില്ല. നിശ്ചയിക്കപ്പെട്ട സമയം കഴിയുമ്പോൾ ഒരു സൈറൺ മുഴങ്ങും, അപ്പോൾ തന്നെ അവൾ പുറത്ത് കിടക്കണം, അല്ലെങ്കിൽ അപകടമാണ്. നിർദ്ദേശങ്ങളും ഉപാധികളുമൊക്കെ സന്തോഷപൂർവ്വം സ്വീകരിച്ചതോടെ തൻ്റെ സകല ദുരിതങ്ങൾക്കും അവസാനമായല്ലോ ദൈവമേ, നന്ദി പറഞ്ഞ് ഈ 1.5 വയസ്സുള്ള കുഞ്ഞിനെയും എടുത്ത് ഒരു വലിയ ചാക്കും കയ്യിൽ കരുതി തുറന്നു കിട്ടിയ ഗുഹയ്ക്കകത്തേക്ക് അതീവ ഉത്സാഹത്തോടെ അവൾ പ്രവേശിക്കുകയാണ്. ഗുഹയിൽ അവളെ കണ്ട കാഴ്ചകൾ ഒരു നിമിഷം അവൾ അദ്നാളിപ്പിക്കുകയാണ്. കാരണം വിശ്വസിക്കാനും കഴിയാത്ത ഒരു മനുഷ്യായുസ് കൊണ്ട് അധ്വാനിച്ചാൽ പോലും കിട്ടാത്ത അത്രയും വലിയ അത്ഭുതകരമായ നിധിശേഖരമാണ്. ആദ്യത്തെ ഒരു അമ്പരപ്പ് മാറിക്കഴിയുമ്പം അവൾ തൻ്റെ കയ്യിൽ കരുതിയ ചാക്കിനകത്ത് ഇതെല്ലാം വാരി വാരി നിറയ്ക്കുകയാണ്. അതിനു മുമ്പ് കുഞ്ഞിനെ ഗുഹയുടെ ഒരു മൂലയ്ക്ക് ഇവൾ സുരക്ഷിതമായി ഇരുത്തുന്നുമുണ്ട്. ഇങ്ങനെ ചാക്ക് നിറച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും സൈറൺ മുഴങ്ങുന്നു. അപ്പോൾ അവൾക്ക് ഓർമ്മ വന്നു, ഇനി ഒരു നിമിഷം പോലും ഈ ഗുഹയ്ക്കകത്ത് തുടരാൻ പാടില്ല, അത് അപകടമാണ്. പെട്ടെന്ന് ഈ ചാക്ക് വിടുത്ത് ഇവൾ അതിവേഗം പുറത്തേക്ക് കുതിക്കുന്നു. ഇവൾ പുറത്ത് എത്തുന്ന നിമിഷം ഗുഹയുടെ വാതിൽ അടയുന്നു. വലിയ ആശ്വാസത്തോടെ ഈ ചാക്കിലേക്ക് നോക്കി അവൾ നെടുറുപ്പെടുകയാണ്. ദൈവമേ, എൻ്റെ എല്ലാ ദുരിതങ്ങളും അവസാനിച്ചിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥന നീ കേട്ടു. ഇനി എനിക്ക് തെരുവിൽ എൻ്റെ കുഞ്ഞിന് വേണ്ടി ആരുടെ മുമ്പിൽ കൈനീട്ടേണ്ട കാര്യമില്ല. പെട്ടെന്നാണ് അവൾ ഓർത്തത്, തൻ്റെ കുഞ്ഞെവിടെയാണ്, തൻ്റെ കുഞ്ഞെവിടെയാണ്. ഒരു ഞെട്ടലോടെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയവൾ, കുഞ്ഞകത്താണ്. കുഞ്ഞിനെ ഗുഹയ്ക്കകത്ത് ഒരു മൂലക്കിരുത്തിയിട്ടാണ് അവൾ ചാക്ക് നിറയ്ക്കാൻ തുടങ്ങിയത്. സൈറൺ കേട്ട വെപ്രാളത്തിൽ പുറത്തേക്ക് ഓടിയപ്പോൾ കുഞ്ഞിനെ എടുക്കാൻ മറന്നു. തൻ്റെ യഥാർത്ഥ നിധിയായ, തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമായ കുഞ്ഞിപ്പോൾ നിത്യമായി അകത്തും അവൾ പുറത്തും. ആർക്കു വേണ്ടിയിട്ടാണോ കഷ്ടപ്പെട്ടത്, ഇപ്പോൾ സന്തോഷത്തോടെ ഇതെല്ലാം ചാക്കിൽ വാരി നിറച്ചത് ആ കുഞ്ഞിപ്പോൾ അവൾക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഈ പെണ്ണിൻ്റെ മാത്രം, ഈ അമ്മയുടെ മാത്രം ഒരു കഥയാണെന്ന്
ഞാനോ നിങ്ങളോ വിചാരിക്കുന്നില്ല. നമ്മുടെയൊക്കെ ഒരു ജീവിതത്തിലെ ഒരു പ്രശ്നമാണ്, ഒരു സങ്കടമാണ്, സംഘർഷമാണ്. എല്ലാം നഷ്ടപ്പെട്ടു, പ്രിയപ്പെട്ടതൊക്കെ കൈവിട്ട് പോയി എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയുമ്പോഴത്തേക്കും വി റീച്ച് എ പോയിന്റ് വേർ വി ഹാവ് നോ റിട്ടേൺ. മടങ്ങിപ്പോവുക അസാധ്യമായ, തിരികെ എടുക്കുക അസാധ്യമായ ഒരു സങ്കട ദുർഗതിയിലേക്ക് ഞാനും നിങ്ങളൊക്കെ വഴുതി വീണു പോകും. പ്രശ്നം മുൻഗണനകളെ നിശ്ചയിക്കുന്നിടത്താണ്. മുൻഗണന നിശ്ചയിക്കുന്നിടത്താണ് പ്രശ്നം. ഇവിടെ കുഞ്ഞാണ് പ്രധാനം, അത് കഴിഞ്ഞ് എന്തുമുള്ളൂ എന്ന് ഒരു നിമിഷം അവൾ മറക്കുന്നിടത്താണ് ആ ദുരന്തം അവളെ പിടികൂടുന്നത്. വ്യക്തമായ ധാരണയുണ്ട് ജീവിതത്തെ സംബന്ധിച്ച്. ഏതാണ് പ്രധാനം, ഏത് അപ്രധാനം, ഏത് നശ്വരം, ഏത് അനശ്വരം, ഏത് നിലനിൽക്കുന്നു, ഏത് കടന്നു പോകുന്നു, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരിക്കെ തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും നിസ്സാരമായ ചില കാര്യങ്ങളിൽ, ചില സന്തോഷങ്ങളിൽ, ചില സുഖങ്ങളിൽ ഞാനും നിങ്ങളുമൊക്കെ കുരുങ്ങിപ്പോയി നിയോഗം മറന്ന്, ദൗത്യം മറന്ന്, കുടുംബത്തെ മറന്ന്, എൻ്റെ വിളിയെ തന്നെ മറന്ന് ഞാൻ എല്ലാം ഇടയ്ക്ക് അവസാനിപ്പിച്ചും നഷ്ടപ്പെടുത്തിയും ഈ ഭൂമിയിലെ ഏറ്റവും ദുർഭകനായ മനുഷ്യരായി മാറിത്തീരുന്നത്. വായിച്ചു കേട്ടത് മറ്റു 2 സ്ത്രീകളുടെ കഥയാണ്, മർത്തായും മറിയവും. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില കുടുംബങ്ങളിലൊന്നാണ് ഈ ലാസറിൻ്റെ, ഈ മർത്തായുടെയും മറിയത്തിൻ്റെയും ഈ കുടുംബം. ഇടയ്ക്കിടയ്ക്ക് അവൻ അവിടെ അതിഥിയായി വരുന്നുണ്ട്. അന്നും പതിവ് പോലെ ആ കുടുംബത്തിൻ്റെ അതിഥേയത്വം സ്വീകരിച്ചവൻ അവിടെ കടന്നു വരികയാണ്. ഈശോ വരുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ വലിയ ഉത്സാഹത്തോടെ പതിവ് പോലെ ആ കുടുംബം അവനെ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. കൂട്ടത്തിൽ ഏറ്റവും ഉത്സാഹം മൂത്തവൾ മർത്താക്കയാണ്. അവളാണ് എല്ലാം ഒരുക്കാൻ മുൻപിൽ നിന്ന് പണിയെടുക്കുന്നത്. ഇടയ്ക്ക് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ കൂടെ മറിയമില്ല. മറിയം എവിടെയാണ്? മറിയവൻ കർത്താവിൻ്റെ അടുത്ത് വെറുതെ കുത്തിരിക്കുന്നു. അവൾക്ക് അങ്ങനെയാണ് തോന്നിയത്. വെറുതെ കുത്തിയിരുന്ന് സമയം കളയുന്നു, എത്രയോ പണികൾ ബാക്കിയുണ്ട്, അവൾ എന്നെ തനിയെ വിട്ടിരിക്കുന്നു, അതാണ് പരാതി. ആ പരാതി കൃത്യമായി കർത്താവിന് മുമ്പിൽ ഉണർത്തിക്കുമ്പോൾ അവൾക്ക് കർത്താവ് നൽകുന്ന മറുപടി എന്തായിരുന്നു? മർത്ത മർത്ത, നീ പല കാര്യങ്ങളിൽ ഒരേ സമയം വ്യഗ്രചിത്തയായിരിക്കുന്നു. ഒരു കാര്യം മാത്രമേ ആവശ്യമുള്ളൂ. ആ പ്രധാനപ്പെട്ട കാര്യം, പ്രഥമമായ കാര്യം ഇതാ മറിയം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് അവളിൽ നിന്നും ഒരിക്കലും എടുക്കപ്പെടുകയില്ല. ഒരു ഘട്ടത്തിൽ മൂത്തവൾ മർത്ത മാതൃകയാക്കണം എന്ന മട്ടിൽ തന്നെ മറിയത്തെ ചൂണ്ടി അവളെ മാതൃകയാക്കണം എന്ന മട്ടിൽ തന്നെ ക്രിസ്തു സൂചിപ്പിക്കുന്ന ആ പ്രധാനപ്പെട്ട ആ ഭാഗമേതാണ്? ആ നല്ല ഭാഗമേതാണ്? വചനം വ്യക്തമായി പറയുന്നുണ്ട്, മറിയം കർത്താവിൻ്റെ പാദത്തെങ്കിലിരുന്ന അവൻ്റെ വായിൽ നിന്നും വരുന്ന കൃപാവചസ്സുകളെ ശ്രദ്ധാപൂർവം ശ്രവിച്ചുകൊണ്ടിരുന്നു. ഇതാ മറിയം ചെയ്തത്. അതാണ് മർത്തായും ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് ഈശോ സൂചിപ്പിക്കുന്നത്. ഈശോയുടെ തിരുഹൃദയത്തിന് തിരുനാളാണ്. കഴിഞ്ഞ 9 ദിവസമായി നമ്മൾ ഈ പള്ളിയിലുണ്ട്, നൊവേനയ്ക്കും പ്രാർത്ഥനകൾക്കുമായിട്ട്. ഇത് കഴിയുമ്പോൾ ആഘോഷമായ പ്രദക്ഷിണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഈ ദിവസങ്ങൾ എപ്പോഴെങ്കിലും ഒരു 10 മിനിറ്റ് ഈശോയുടെ ഹൃദയത്തിൻ്റെ ചാരയിരുന്ന് എനിക്കൊന്ന് ശാന്തമാകാൻ പറ്റിയോ? അല്പനേരം സ്വസ്ഥമായി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കാനും കഴിഞ്ഞുവോ? എനിക്കായി തുടിക്കുന്ന ആ തിരുഹൃദയത്തിൻ്റെ സ്നേഹജ്വാലയെ ഒരു നിമിഷം എനിക്കൊന്ന് ധ്യാനിക്കാൻ കഴിഞ്ഞുവോ? അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളൊക്കെയും എൻ്റെ അടുക്കൽ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന ഏറ്റവും വലിയ ആശ്വാസദായകന്റെ സന്നിധിയിൽ നമ്മെ തന്നെ അല്പനേരം ശാന്തമാക്കാൻ നമുക്ക് സാധിച്ചു. ഇതാണ് നല്ല ഭാഗം. ഇതാണ് മറിയം കണ്ടെത്തിയ, മറിയം സ്വന്തമാക്കിയ വിശിഷ്ട ഭാഗം.
അങ്ങനെ ഒരു നല്ല ഭാഗത്തിൻ്റെ അവകാശിയായി എന്ന ഒറ്റ കാരണത്താലാണ് നാം ഇന്ന് ഈ തിരുനാൾ ദിവസം മറ്റൊരാളെ അനുസ്മരിക്കുന്നത്, വിശുദ്ധ സെബസ്ത്യാനോസിനെ. എന്തുകൊണ്ടാണ്? രക്തം ചിന്തിക്കൊണ്ട് പോലും അവൻ്റെ തിരുനാമത്തിന്, അവൻ്റെ തിരുവചനത്തിന് ഈ ഭൂമിയിൽ സാക്ഷ്യം വഹിക്കാൻ വിശുദ്ധ സെബസ്ത്യാനോസ് തയ്യാറായത് എന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അയാൾ നല്ല ഭാഗം തെരഞ്ഞെടുത്തു. ആത്യന്തികമായി ക്രിസ്തുവിനെ തെരഞ്ഞെടുത്തു. ക്രിസ്തുവിനെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി കണ്ടെത്തി സ്വന്തമാക്കി. നല്ല ഭാഗത്തിൻ്റെ, സുവിശേഷം അടയാളപ്പെടുത്തുന്ന, സുവിശേഷം ചൂണ്ടിക്കാട്ടുന്ന നല്ല ഭാഗത്തിൻ്റെ അവകാശികളാണ് സകല വിശുദ്ധരും. അങ്ങനെയാണ് അവരൊക്കെയും അൾത്താര വണക്കത്തിലേക്ക് ഉയർത്തിപ്പെടുന്നത്. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം, ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ലോകത്തിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ദൈവത്തിൻ്റെ ശത്രുവാക്കുന്നു. വീണ്ടും 8-ാം വാക്യത്തിൽ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ഒരാൾ പരിശ്രമിക്കുമ്പോൾ അതിനാൽ തന്നെ ആ വ്യക്തി ലോകത്തിൻ്റെ ശത്രുവാകുന്നുവെന്ന് സ്വയം തിരിച്ചറിയുന്ന നിമിഷമാണ് ഡയക്ലീഷ്യൻ ചക്രവർത്തി നീട്ടിത്തരുന്ന സകല സൗഭാഗ്യങ്ങളും പുറം കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് രണ്ടാമതും ബോധ്യത്തോടെ, തീക്ഷ്ണതയോടെ മരണത്തിലേക്ക് സധൈര്യം നടന്നു കയറാൻ സെബസ്ത്യാനോസിന് കാരണമായി തീർന്നത്. പൗലോസ്ലീഹായുടെ വചനം അയാൾക്ക് നല്ല ഓർമ്മയുണ്ട്. എന്താണത്? ക്രിസ്തുവിനെ പ്രതി ലാഭമായതൊക്കെയും ഞാൻ നഷ്ടമായി കണക്കാക്കി, പോരാ ഉച്ഛിഷ്ടം പോലെ പരിഗണിച്ചു. അങ്ങനെയൊക്കെ പരിഗണിക്കാനും തട്ടിമാറ്റാനും തള്ളിക്കളയാനും ഒരാൾക്ക് സാധിക്കുമെണമെങ്കിൽ ക്രിസ്തു എനിക്ക് പ്രധാനപ്പെട്ടവനാകണം. അവനോട് ചേർന്നിരിക്കുന്നത് ഈ ഭൂമിയിലെ ഏറ്റവും നല്ല ഭാഗമായി, വിശിഷ്ട ഭാഗമായി എനിക്ക് തോന്നണം. അങ്ങനെ തോന്നിയ ആ തോന്നൽ മാത്രമല്ല, അതൊരു ജീവിത നിയോഗമായി സ്വീകരിച്ച വിശുദ്ധ സെബസ്ത്യാനോസിനെയാണ് നാം ഇന്ന് അനുസ്മരിക്കുന്നത്. ഇതൊരു തെരഞ്ഞെടുപ്പിൻ്റെ കഥയാണ്. തെരഞ്ഞെടുപ്പുകൾ 5 വർഷം കൂടുമ്പോൾ നാം നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് മാത്രമല്ല. ജീവിതത്തിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും ഞാനും നിങ്ങളും അറിഞ്ഞും അറിയാതെയും നടത്തുന്ന ചില തെരഞ്ഞെടുപ്പുകളുണ്ട്. രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ അത് ആരംഭിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്കില്ലാത്തത് കൊണ്ട് നാം അത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. തലേ ദിവസം രാത്രി അലാം വെച്ച് നമുക്ക് ഓർമ്മയുണ്ട്, 5 മണിക്ക് തന്നെ എഴുന്നേൽക്കണം, കാരണം പെരുന്നാളാണ്, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇല്ലേ? 5 മണിക്ക് അലാം വെച്ചു, കൃത്യം 5 മണിക്ക് അലാം അടിച്ചു, കണ്ണ് തിരുമ്പി നോക്കി, നല്ല തണുപ്പുണ്ട്, മാത്രമല്ല തലേ ദിവസത്തെ അധ്വാനത്തിൻ്റെ ക്ഷീണമുണ്ട്. അലാം വീണ്ടും അല്ലേ തിരിച്ചു 5:30 അരമണിക്കൂറും കൂടെ. എന്നിട്ട് 5:30 എഴുന്നേറ്റോ? ഇല്ല, എഴുന്നേറ്റപ്പം 6 മണിയായി, അല്ലേ? എപ്പോൾ എഴുന്നേൽക്കണം എന്നത് മുതൽ നാം നടത്തുന്ന ചില തെരഞ്ഞെടുപ്പുകൾ, ചായ കുടിച്ചോ കാപ്പി കുടിച്ചോ ആ ദിവസം ആരംഭിക്കണം എന്നത് മുതൽ, മുറ്റത്തിട്ടിരിക്കുന്ന 2 പത്രങ്ങളിൽ ഏത് ആദ്യം വായിച്ചു തുടങ്ങണം എന്നത് മുതൽ ആ ദിവസം അവസാനിക്കുന്നത് വരെ ബോധപൂർവമോ അല്ലാതെയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നടത്തിയ തീരുമാനങ്ങൾ, തെരഞ്ഞെടുപ്പുകൾ, അതൊക്കെ ചേർന്നതാണ് ആ ദിനം. അങ്ങനെ ഒരുപാട് ദിനങ്ങൾ, ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ, തീരുമാനങ്ങൾ, അതാണ് എൻ്റെ ജീവിതം. രാവിലെ ചായ കുടിച്ചാണോ കാപ്പി കുടിച്ചാണോ ഒരു ദിവസം ആരംഭിച്ചത് അത്ര വലിയ പ്രധാനപ്പെട്ട കാര്യമൊന്നുമില്ല, ആണോ? അല്ല, അതിനേക്കാൾ വലിയ തെരഞ്ഞെടുപ്പ് നടത്തി ആകപ്പാടെ പൊള്ളി നിൽക്കുന്നവരാണ് നമ്മളൊക്കെ. ആ തെരഞ്ഞെടുപ്പ് ഏതായിരുന്നു? ഇടതുവശത്തിരിക്കുന്ന ആള്, സംശയമുണ്ടോ? 5 വർഷം മുമ്പ്, 10 വർഷം മുമ്പ് അല്ലേ ഞാൻ നടത്തിയ ഒരു തെരഞ്ഞെടുപ്പാണച്ചാ എൻ്റെ ഇടത്തിരിക്കുന്നത്, എൻ്റെ വലത്തിരിക്കുന്നത്, അല്ലേ? അതിൻ്റെ കേട് ഇപ്പോഴും തീർന്നിട്ടില്ല. 2002 ഡിസംബർ 30 അങ്ങനെ ഒരു തീരുമാനം, അത്തരമൊരു തെരഞ്ഞെടുപ്പ് ഞാൻ എടുത്തത്. എൻ്റെ തിരുപ്പട്ട സ്വീകരണ ദിനം എൻ്റെ ജീവിതത്തെ അടിമുടി ബാധിച്ച
എൻ്റെ ജീവിത നിയോഗത്തെ അടിമുടി സ്വാധീനിച്ച ആ തീരുമാനം കർത്താവിൻ്റെ പുരോഹിതനായി ജീവിതകാലം മുഴുവൻ എല്ലാ സാഹചര്യങ്ങളിലും, വിവാഹം, കുടുംബജീവിതം, അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ്. ഓരോ തിരഞ്ഞെടുപ്പും അത് ക്രിസ്തുവിനോട് ചേർന്ന് നടത്തിയോ അവൻ്റെ തിരുഹിതത്തിന് വിധേയപ്പെട്ട് നടത്തിയോ എന്നതിനെ ആശ്രയിച്ച് തന്നെയാണ് ഞാൻ അകത്താണോ പുറത്താണോ എന്നതിനെ നിർണയിക്കുന്നത്. വചനം വ്യക്തമായി പറയുന്നുണ്ട്, ഇതാ 2 കാര്യങ്ങൾ നിന്നുമുമ്പിൽ ഞാൻ വച്ചിരിക്കുന്നു, ജീവനും മരണവും. നിനക്കിഷ്ടമുള്ളത് തീരുമാനിക്കാം, നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഏത് തിരഞ്ഞെടുക്കുന്നു, എങ്ങനെ തിരഞ്ഞെടുക്കുന്നു, അതാണ് നമ്മുടെ ജീവിതത്തെ നിർണായകമാക്കുന്നത്. ശരിയായ തിരഞ്ഞെടുപ്പുകളിലൂടെ, സുവിശേഷാധിഷ്ഠിതമായ തിരഞ്ഞെടുപ്പുകളിലൂടെ ക്രിസ്തുവിലേക്ക് എത്തിയവർ, അൾത്താരയിലേക്ക് ഉയർത്തപ്പെട്ടവർ നിരവധിയാണ് നമുക്കിടയിൽ. വിശുദ്ധ മദർ തെരേസയെ നമുക്കറിയാം, ആ ജീവിതം നമുക്ക് അടുത്ത് പരിചിതവുമാണ്. കൽക്കട്ടയുടെ തെരുവുകളിൽ അമ്മ പാവപ്പെട്ടവരെയും കൊച്ചുരോഗികളെയും ഉപേക്ഷിക്കപ്പെട്ടവരെയും അനാഥരെയും ഒക്കെ തേടി നടക്കുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ അവളുടെ പ്രവർത്തനങ്ങളെ സംശയിച്ചവരുണ്ട്, എതിർത്തവരുണ്ട്, അവളെ ആട്ടി അകറ്റിയവരുണ്ട്. അത്തരമൊരു സന്ദർഭത്തിൽ ഒരു വിദേശി പത്രപ്രവർത്തകൻ അവളെ കാണാനെത്തുന്നു. മണിക്കൂറുകൾ കാത്തിരുന്നിട്ടാണ് അവളുമായിട്ട് ഒരു അഭിമുഖം അയാൾക്ക് തരപ്പെടുന്നത്. അതിന് കാരണം അവൾ തിരക്കിലായിരുന്നു. എന്ത് തിരക്കിലായിരുന്നു? പാവപ്പെട്ടവരെ, കൊച്ചുരോഗികളെ ശുശ്രൂഷിക്കുന്ന തിരക്കിലായിരുന്നു. ആ പണിയെ ഒതുങ്ങി കഴിയുമ്പോഴത്തേക്കും ഈ പത്രപ്രവർത്തകന് അഭിമുഖം അനുവദിക്കും. അവൾ പറയും, അധികം നേരമൊന്നുമില്ല, എന്നെക്കാത്ത് ഒരുപാട് പേരുണ്ട്, പെട്ടെന്ന് ചോദിക്കൂ, വേഗം പറയാം, എനിക്ക് പണിയുണ്ട്. ഒരേ ഒരു ചോദ്യം മാത്രമാണ് ആ പത്രലേഖൻ അമ്മയോട് ചോദിക്കുന്നത്, വിശുദ്ധ മദർ തെരേസ ചോദിക്കുന്നത്. മദർ, വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? മദർ, വാട്ട് ആർ യു ഡൂയിങ് ഹിയർ? നിങ്ങൾ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പുഞ്ചിരിച്ചുകൊണ്ട് അമ്മ കൊടുത്ത മറുപടി ഇതായിരുന്നു, ഐ ട്രൈ ടു ഗിവ് ദം ദെയർ സ്മൈൽ ബാക്ക്. കൂടുതലൊന്നുമില്ല. ഏതോ കാലത്ത്, ഏതോ നേരത്ത് ജീവിതത്തിലെ സന്തോഷം നഷ്ടപ്പെട്ടവരാണ് ഈ മക്കൾ, ഈ അനാഥ ജന്മങ്ങൾ. ചിരി കളഞ്ഞുപോയവരാണ്, സന്തോഷം കളഞ്ഞുപോയവരാണ്. പലപ്പോഴും അവിടെയല്ലാത്ത കാരണത്താൽ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട അനാഥ ജന്മങ്ങളാണ്. മരിക്കും മുൻപെങ്കിലും ആ ചിരി, നഷ്ടപ്പെട്ട സന്തോഷം, ആ പുഞ്ചിരി അവർക്ക് മടക്കി കൊടുക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഞാൻ. ഐ ആം ഹിയർ ടു ഗിവ് ദം ദെയർ സ്മൈൽ ബാക്ക്. അത് തന്നെയാണ് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ വിശുദ്ധിയെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു പഠിപ്പിച്ചത്. എന്താണ്? എതിരെ കാണുന്ന ഒരാളെ നോക്കി പുഞ്ചിരിക്കുന്നത് പോലും വിശുദ്ധിയാണ്, വിശുദ്ധിയുടെ പ്രവർത്തനമാണ്. എതിരെ കാണുന്ന ആളെ നോക്കി, നമുക്കതാണല്ലോ പ്രയാസമല്ലേ, അല്ലേ? പ്രദക്ഷിണത്തിന് നമ്മളെ പുറത്തേക്ക് നിരക്കുമ്പം നമ്മൾ നോക്കും, മുമ്പിലാരാ പുറകിലാരാ, ആ ചങ്ങാതിയാണോ, എന്നാൽ പിന്നെ അവള് പോയിട്ട് ഞാൻ പുറകെ, അല്ലേ? എന്തുകൊണ്ടാ? മിണ്ടിയിട്ട് കുറേ നാളായി, മുഖം കൊടുത്തിട്ട് അതിനേക്കാൾ കുറേ നാളായി, അല്ലേ? എളുപ്പമല്ല, എളുപ്പമല്ല. കേൾക്കുമ്പോൾ എളുപ്പമായി തോന്നും, പക്ഷേ ചെയ്തു തുടങ്ങുമ്പോൾ ചില വ്യക്തികളെ ബോധപൂർവം ഞാൻ ഒഴിവാക്കുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ തിരുഹൃദയത്തെ ധ്യാനിക്കുന്ന ഈ തിരുനാൾ ദിനത്തിൽ മറ്റൊരു കാരണത്താൽ നാം ഒന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ സങ്കടത്തോടെ, വിനയത്തോടെ മാപ്പ് ചോദിക്കണം. ആരുടെയെങ്കിലും ജീവിതത്തിലെ സന്തോഷം ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? ചിരി കളഞ്ഞു പോകാൻ ഞാൻ കാരണമായിട്ടുണ്ടോ? അല്ലേ? അതിനൊക്കെ എത്രയോ എളുപ്പമാണിപ്പോൾ, അല്ലേ? വെറുതെ മൊബൈൽ എടുക്കുന്നു, വാട്സപ്പ് തുറക്കുന്നു, ഒരു മെസ്സേജ് കാണുന്നു, അല്ലേ? അതിൻ്റെ ആധികാരികത പരിശോധിക്കാൻ പോലും മെനക്കെടാതെ എത്രയോ ഗ്രൂപ്പുകളിലേക്ക് ഞാനതങ്ങ് തെറ്റിച്ച് ചിതറിച്ചു വിടുമ്പോൾ അതൊക്കെയും ചെന്ന് തറയ്ക്കുന്ന എത്രയോ ജീവിതങ്ങൾ അന്നു മുതൽ ഇല്ലാതായിത്തീരുന്നു. നമ്മൾ ഓർക്കാറില്ല. എതിരെ വരുന്നയാൾക്ക് പുഞ്ചിരി സമ്മാനിച്ചില്ലെങ്കിൽ പോലും ആരുടെയും പുഞ്ചിരി നഷ്ടപ്പെടുത്താൻ, സന്തോഷം നഷ്ടപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും അവകാശമില്ല എന്ന ചിന്തയാലെങ്കിലും ഈ തിരുനാൾ ആഘോഷം
പൗത്രീകരിക്കപ്പെടേണ്ടതാണ്, വിശുദ്ധീകരിക്കപ്പെടേണ്ടതാണ്. ഞാൻ അവസാനിപ്പിക്കാം. ആരാണ് വിശുദ്ധൻ? അല്ലെങ്കിൽ എന്താണ് വിശുദ്ധി? അത് കാണിയിൽ നിന്നും സാക്ഷിയിലേക്കുള്ള ഒരു ദൂരത്തിൻ്റെ പേരാണ്. അത് കാണിയിൽ നിന്നും സാക്ഷിയിലേക്കുള്ള ദൂരത്തിൻ്റെ പേരാണ്. ആരാണ് കാണി? ആരാണ് സാക്ഷി? റോട്ടിൽ ഒരു അപകടം നടക്കുന്നു, അല്ലേ? അപകടം പെട്ടെന്ന് എല്ലാവരും കൂടെ ഓടിക്കൂടും. എന്നിട്ടോ ഈ ഓടിക്കൂടുന്നവരെന്താ ചെയ്യുന്നത്? മൊബൈൽ എടുക്കുന്നു, എന്നിട്ടോ അപകട ദൃശ്യം പകർത്തുന്നു, അല്ലേ? ഒരാൾ ചോര ഒലിപ്പിച്ച് കിടക്കുവാണ്, അല്ലേ? ചിലപ്പോൾ വീഡിയോ, ചിലപ്പോൾ ലൈവ്, ചിലപ്പോൾ സെൽഫി, അല്ലേ? ഇങ്ങനെയാണ് നമ്മുടെയൊക്കെ ഇപ്പോഴത്തെ ഒരു പരിപാടി. ഇതിങ്ങനെ പുരോഗമിക്കുകയാണ്. ആരും അനങ്ങുന്നില്ല, ആരും അയാളെ സഹായിക്കാനെത്തുന്നില്ല. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ എല്ലാവരും തിരക്കിലാണ്, എല്ലാവരും വീഡിയോ പിടിക്കുന്ന തിരക്കിലാണ്. പെട്ടെന്ന് കൂട്ടത്തിൽ നനവുള്ള ഒരാൾ, ഹൃദയത്തിൽ നനവുള്ള ഒരാൾ, 1-2 പേർ ചേർന്ന് അയാളെ ഓട്ടോയിൽ കയറ്റി അടുത്തുള്ള ആശുപത്രിയിലേക്ക്. എന്നിട്ടോ ഈ തിരക്കും ബഹളവും എല്ലാം കഴിയുമ്പം ഒരു കൂട്ടിന് വരും. അവരിപ്പോഴും അങ്ങനെയാണ്. വൈകി വരുന്ന കൂട്ടരാരാണ്? അത് പോലീസുകാരാണ്, അല്ലേ? എല്ലാം കഴിയുമ്പോൾ ഓടി വരും. എന്നിട്ടൊരു പ്രകടനമാണ്. ആദ്യത്തെ ചോദ്യം എന്താണ്? ഇവിടെ എന്താണ്? ഈ അപകടം ആരാണ് ആദ്യം കണ്ടത്? അല്ലേ? ആദ്യത്തെ ചോദ്യം അതാണ്. ഈ അപകടം ആരാണ് ആദ്യം കണ്ടത് എന്ന ചോദ്യത്തിന് മുൻപിൽ പതുക്കെ പതുക്കെ ആൾക്കൂട്ടം ചിതറി ചിതറി പിരിഞ്ഞു പോകും, ഇല്ലേ? എന്തുകൊണ്ടാണ്? ഇനി നിന്നാൽ അപകടമാണ്, ഇനി നിന്നാൽ അപകടമാണ്. ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഒരാൾ അപകടത്തിൽപ്പെട്ട് 24 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ചികിത്സ സൗജന്യം. ഏറ്റവും ഒടുവിൽ വന്നൊരു വാർത്തയാണ്. പോലീസിൻ്റെ ചോദ്യങ്ങൾക്ക് ഒരാളും മറുപടി കൊടുക്കുന്നില്ല, എല്ലാവരും പതുക്കെ പതുക്കെ പിൻവാങ്ങി. ഈ സന്ദർഭത്തിൽ തൊട്ടടുത്ത മുറുക്കാൻ കടയിലെ ഒരു ചേട്ടൻ ഓടി വരും. എന്നിട്ട് പറയും, സാറേ ഞാൻ പറയാം, എന്താണ് സംഭവിച്ചത് ഞാൻ പറയാം, അപകടം ഞാൻ അടുത്ത് കണ്ടതാണ്, ഞാൻ പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണ് ആദ്യം കണ്ടത്, അപകടം അടുത്ത് കണ്ടത് എന്ന ചോദ്യത്തിൽ തട്ടി ചെതറി തെറിച്ചു പോയ ആൾക്കൂട്ടത്തിൻ്റെ പേര് കാണികൾ എന്നും, ഞാൻ പറയാം സാറേ എല്ലാം ഞാൻ വ്യക്തമായി കണ്ടു എന്ന് നേരിട്ട് വന്ന് ധൈര്യത്തോടെ കൃത്യമായി പറയുന്ന ആളുടെ പേര് സാക്ഷി. ഇതാണ് വ്യത്യാസം. ഇനി പറയണം, വിശുദ്ധ സെബസ്ത്യാനോസ് സാക്ഷിയായിരുന്നോ വെറും കാണിയായിരുന്നോ? യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം വാക്യത്തിൽ പറയും, എന്താണത്? ഞങ്ങൾ കണ്ണുകൾ കൊണ്ട് കണ്ടതും കൈകൾ കൊണ്ട് തൊട്ടതും ഹൃദയം കൊണ്ട് അനുഭവിച്ചതുമായ കർത്താവായ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു. ഞങ്ങൾ കണ്ണുകൾ കൊണ്ട് കണ്ടതും കൈകൾ കൊണ്ട് തൊട്ടതും ഹൃദയം കൊണ്ട് അനുഭവിച്ചതുമായ കർത്താവായ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു. അങ്ങനെ പ്രഘോഷിച്ചപ്പോൾ തല പോയത്, കൈ പോയത്, ഉടൽ 2ആയി ഛേദിക്കപ്പെട്ടത് അവർ പ്രശ്നമാക്കിയില്ല. ഇങ്ങനെയാണ് ആദ്യകാലത്ത് സഭ ഇത്രമേൽ ശക്തമായി വളർന്നത്. രക്തസാക്ഷികളുടെ ചുടുനിണത്തിൽ എന്നൊക്കെ വെറുതെ പ്രാർത്ഥനാ വാചകങ്ങളായി ഉരുവിട്ട് അവസാനിപ്പിക്കേണ്ടതല്ല. അതൊക്കെ ശക്തമായ സാക്ഷ്യ ജീവിതങ്ങളുടെ അനുഭവകഥകളാണ്. നീറോ ചക്രവർത്തിയുടെ കാലത്ത് രാത്രി മുഴുവൻ ആദിമ ക്രിസ്ത്യാനികൾ പന്തങ്ങളായി എരിഞ്ഞു തീർന്നു എന്നൊക്കെ വെറുതെ ഒരു ചരിത്രകഥ വായിക്കുന്ന ലാഘവത്തോടെ വായിച്ച് തള്ളേണ്ടതല്ല. ഈ സുവിശേഷത്തോടൊപ്പം തന്നെ ചേർത്ത് വായിച്ച് സ്വന്തമാക്കേണ്ടതാണ്. സെബസ്ത്യാനോസ് കാണിയല്ലായിരുന്നു, സാക്ഷിയായിരുന്നു. വാക്കുകൊണ്ട് മാത്രമല്ല, തൻ്റെ ജീവിതം കൊണ്ട് മാത്രമല്ല, തൻ്റെ രക്തം കൊണ്ട് ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തിയ ആളാണ്. ഞാൻ അവസാനിപ്പിക്കാം. യാക്കോബ് എഴുതിയ ലേഖനം 1-ാം അധ്യായം 26-ാം വാക്യം, പിതാവായ ദൈവത്തിന് മുൻപിൽ പരിശുദ്ധവും നിഷ്കളങ്കരവുമായ ഭക്തി ഇതാണ്, അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവിടെ സഹായത്തിനെത്തുക, ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തന്നെ തന്നെ സൂക്ഷിക്കുക. ഇതാണ് സുവിശേഷം ആവർത്തിക്കുന്ന ഭക്തി, ആഗ്രഹിക്കുന്ന ഭക്തജീവിതം. ഇതാണ് ഈശോയുടെ തിരുഹൃദയം
നമ്മൾ പ്രതീക്ഷിക്കുന്ന ജീവിത ശൈലിയും ജീവിത രീതിയും. ഇതാണ് വിശുദ്ധ സെബസ്ത്യാനോസ് നമ്മോട് ആവശ്യപ്പെടുന്ന സാക്ഷ്യവും സാക്ഷ്യ ജീവിതവും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.